പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഈശ്വരൻ്റെ കൃപ കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആ കൃപ എന്നും എനിക്ക് കിട്ടണമേ എന്ന് ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ജീവിതമാകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചില വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണല്ലോ ജീവിതം ഒരു പൂർണ്ണതയിലെത്തുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അത് മറികടക്കാം. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓരോ കുന്നും കുഴിയും ജീവിതത്തിൽ ഉണ്ടാവും. അത് ഏത് കാര്യത്തിലായാലും ഒരു പരാജയവും ഒരു വിജയവും ഉണ്ടാവുന്നു എന്ന് പറയുന്ന പോലെ ഒരു കുന്നും കുഴിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് തരണം ചെയ്ത് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ഈശ്വരൻ നമ്മൾ മനുഷ്യർക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു, അതെങ്ങനെ നമ്മൾ പ്രാവർത്തികമാക്കുന്നു എന്നതിലാണ് നമ്മുടെ ജീവിത വിജയം ഇരിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറില്ലേ? എനിക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ജീവിതമാകുമ്പോൾ നമുക്ക് പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ചിന്തിച്ചാൽ ഒരു അന്തവും ഇല്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല എന്ന് പറയുന്ന പോലെ പ്രശ്നങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കുടുംബങ്ങളിലും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാൻ കുടുംബ പ്രശ്നം പറയാനല്ല കേട്ടോ വന്നത്. ഇവിടെ പ്രശ്നം ദൈവം സഹായിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ്, എന്നെ സംബന്ധിച്ച് സ്പെഷ്യലാണ്. അപ്പോൾ എൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം നിങ്ങളെ കൂടി അറിയിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ബാധ്യതയാണല്ലോ അല്ലേ. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അത് അറിയിക്കണം എന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോയോ ഡേ ഇൻ മൈ ലൈഫോ ഒന്നുമല്ല. മൂക്ക് കടിക്കുന്നു അങ്ങനെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്സൊക്കെ തേച്ച് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല. ഞാൻ പുറത്ത് പോയിട്ട് വന്നതാണ് കേട്ടോ. മോനെ പഠിക്കാനായിട്ട് കൊണ്ടാക്കിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ടിരിക്കുന്നത്. എൻ്റെ മുടിയുണ്ടോ മൊത്തം അണ്ടിയത്തൊക്കെ കണ്ട കൊഴുവാല് പോലെ കിടക്കുന്ന, ഒട്ടും ഒരു ബലമില്ലാത്ത പോലെയാണ് കിടക്കുന്നത്. അതിനി മാറാൻ വേണ്ടി എന്തെങ്കിലും ഉപാധി ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. കാരണം എൻ്റെ മുടി അത്രയും കൊഴിഞ്ഞു പോയി. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ അവിടെ നിന്നോട്ടെ. അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു സന്തോഷ വാർത്ത. കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ സസ്പെൻസ് ഉണ്ട്. ആ സസ്പെൻസ് ഞാനിപ്പോൾ പൊട്ടിക്കുമ്പോൾ കൊടുക്കുന്നു. സസ്പെൻസ് ഞാനിപ്പോൾ പൊട്ടിക്കാനായിട്ട് പോവുകയാണ്. എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷവും അങ്ങനെ ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നതിലുള്ള ഒരു അഭിമാനവും ഒക്കെ ഉണ്ട്. അതൊരു കിടു ആയിട്ട് മാറണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. മാറും. കാരണം അതെല്ലാവരും ഒരുപോലെ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്, മറ്റൊന്നുമല്ല. നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനങ്ങനെ ഭയങ്കര വലിയ പ്രോഗ്രാമുകളിലൊന്നും പങ്കെടുത്തിട്ടില്ല. ഈ അടുത്താണ് ഒരു സ്ഥലത്ത് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ പോയി പ്രോഗ്രാം അവതരിപ്പിച്ച് അവരെന്നെ ആദരിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അത് എനിക്ക് സാധിക്കാൻ പറ്റിയത് നമ്മുടെ ടീച്ചറിലൂടെയാണ്. ടീച്ചറിൻ്റെ പേര് ഞാൻ നിങ്ങളുടെ അടുത്ത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമിത ടീച്ചറാണ്. അപ്പോൾ ടീച്ചറിലൂടെ എനിക്ക് അങ്ങനെ ഇതിനു മുന്നേയും ഞാൻ പല ഗുരുക്കന്മാരുടെ അടുത്തും പഠിച്ചിട്ടുണ്ട്. അവരെല്ലാവരും എനിക്ക് ഒരുപോലെ തന്നെയാണ്. എല്ലാവരെയും ഞാൻ ഈ സമയം ഓർക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു സമയത്താണ് എനിക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ആ സമയത്തും ഞാൻ ഒരുപാട് സ്റ്റേജുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിന് മുന്നേ ഗുരുക്കന്മാരുടെ അടുത്ത് പോയപ്പോഴും ഒക്കെ ഒരുപാട് സ്റ്റേജുകൾ പങ്കുവച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമുള്ളതാണ്. പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ ശ്രീ കൈലാസ് ഡാൻസ് അക്കാഡമി ആൻഡ് മ്യൂസിക്, അതിൻ്റെ മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാഡമി അവിടെ 14ാമത്തെ വാർഷികമാണ്. അപ്പോൾ അത് തുടങ്ങിയിട്ടുള്ള 14ാം വാർഷികവും പിന്നെ അതിനോടനുബന്ധിച്ച് ഒരു നൃത്ത സന്ധ്യ അതുകൂടി കൊണ്ടുവരുവാണ്. അതായത് ഒരു വലിയൊരു മെഗാ ഇവൻ്റായിട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ അത് ടീച്ചറിൻ്റെ വലിയൊരു ആഗ്രഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് നമ്മൾ ഈ എൻ്റെ മനസ്സിൽ തോന്നുന്നതാണല്ലോ. കാരണം ഞാനിങ്ങനെയുള്ള നൃത്തസന്ധ്യകളിലൊന്നും പങ്കെടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം, കാരണം ടീച്ചർ നമ്മളെല്ലാവരുമായിട്ട് ആലോചിച്ച് നമ്മളെല്ലാവരും ഒരുപോലെ ഇരുന്ന് തീരുമാനം എടുത്ത് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം
മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മുടെ ഡാൻസ് അക്കാഡമിയിൽ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ കുറേ പേരെ മൂക്ക് കടിക്കുന്നു, പിന്നെ ഇതിൻ്റെ ഭാരവാഹികളായിട്ട് നിയമിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ പ്രോഗ്രാമിൻ്റെ പേര് എന്ന് പറയുന്നത് ഗുങ്കുരു ഭജൻ എന്നാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി പേരാണ്. അത് ടീച്ചർ തന്നെ ഇട്ട പേരാണ് കേട്ടോ. അതിന് നല്ലൊരു കൺഗ്രാറ്റ്സ് ടീച്ചറിന് കൊടുക്കണം. ടീച്ചർ നമ്മളെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കേട്ടപ്പോൾ ഗുങ്കുരു ഭജൻ അതെന്ത് സംഭവം എന്നിങ്ങനെ വിചാരിച്ചെങ്കിലും പക്ഷെ അടിപൊളി പേരാണ്. അപ്പോൾ നമ്മുടെ ഗുങ്കുരു ഭജൻ നടക്കുന്നത് ഫെബ്രുവരി 14-ാം തീയതി. ഇന്ന് എത്രാം തീയതിയാണ്? ഇന്ന് എത്രാം തീയതിയാണ്? ഇന്ന് എത്രാം തീയതിയാണ് ലച്ചു? 3. ഇന്ന് 3-ാം തീയതിയാണ് കേട്ടോ. ഞാൻ ആകെ മറന്നുപോയി. അപ്പോൾ ഇന്ന് 14-ാം തീയതിയാണ് നമ്മുടെ പിന്നെ പ്രോഗ്രാം ചാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിശിഷ്ട അതിഥികളായിട്ട് നല്ല അടിപൊളി 2 വ്യക്തികളെയൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളല്ല, ടീച്ചർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പെടുമല്ലോ അല്ലേ. അപ്പോൾ ടീച്ചർ ഇൻവൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ഉദ്ഘാടനവും സന്ധ്യയുടെയും മറ്റും രംഗപ്രവേശനം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒന്നാമതായിട്ട് ഉള്ളത് നമ്മുടെ, ഞാൻ ആളുടെ പേര് പറയണോ? അത് സസ്പെൻസ് ആക്കി വെക്കണോ? അതേ പറയണോ? ആകെ കൺഫ്യൂഷനാണല്ലോ. അപ്പോൾ ആദ്യം ഞാൻ എവിടെയാണ് വെച്ച് നടക്കുന്നതെന്ന് പറയാം, ആരാണ് വരുന്നതെന്നുള്ള പറയാം. നമ്മുടെ ഫിലിം ഫീൽഡിലൊക്കെയുള്ള ആൾക്കാർ തന്നെയാണ് വന്നിട്ടുള്ളത് വിശിഷ്ട അതിഥികളായിട്ട്. അപ്പോൾ അവരെ പിന്നെ നമ്മുടെ ഫെബ്രുവരി 14-ാം തീയതി ചെമ്പൂരുള്ള അമുന്തിരത്ത് ദേവി ക്ഷേത്രത്തിൽ വെച്ച് ആണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളുടെ അരങ്ങേറ്റമാണ് ഇവിടെ പ്രധാനം. അത് കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ ടീച്ചർ പഠിപ്പിക്കുന്ന എല്ലാ സ്റ്റുഡൻസും 10-200 കുട്ടികളുണ്ട്. ആ 200 പേരെയും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു എന്താണ് പറയുന്നത്, ഫ്യൂഷൻ ഡാൻസ് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു പ്രോഗ്രാം. അതായത് നമ്മുടെ ഈ കൊച്ചു കുട്ടികളുടെ അരങ്ങേറ്റത്തോടൊപ്പം തന്നെ ബാക്കി വരുന്ന എല്ലാ കുട്ടികളെയും എല്ലാവരും ഓരോരോ ബാച്ചുകളായിട്ട് തിരിച്ച് അവരെല്ലാവരെയും കൂടിയിട്ട് പല പല ഡാൻസുകൾ പഠിപ്പിച്ച്, ഫ്യൂഷൻ ഡാൻസുകളൊക്കെ പഠിപ്പിച്ച്, സെമി ക്ലാസിക്കലും എല്ലാം ഉണ്ട്, എല്ലാം പഠിപ്പിച്ച് അവരെ എല്ലാം നല്ല സെറ്റാക്കി അന്ന് സ്റ്റേജിലോട്ട് കയറ്റാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതൊരു നമ്മൾ ഈ സൂര്യ ഫെസ്റ്റ്, ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് നിശ എന്നൊക്കെ പറയുന്ന പോലെ ഇല്ല, അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്, എനിക്കറിയത്തില്ല. ആ ഒരു പ്രതീതിയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല. എൻ്റെ ഒരു മനസ്സിൽ അങ്ങനെയാണ്. കാരണം നമ്മൾ ഒരുപാട് പിന്നെ നോട്ടീസൊക്കെ അടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്, പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്ക് ഇതുപോലെ സ്റ്റാറ്റസ് ഇടുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പരസ്യം തന്നെയാണ്. പിന്നെ പരസ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പരസ്യമല്ല കേട്ടോ. ഞാൻ എൻ്റെ ആ ഒരു സസ്പെൻസ് ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളത്, സസ്പെൻസ് ഇട്ടിരുന്ന കാര്യം പറയുന്നതാണ് കേട്ടോ. അല്ലാതെ ഞാനിത് പൈസ വാങ്ങിച്ചിട്ട് പരസ്യപ്പെടുത്തുന്നതൊന്നുമല്ല. പിന്നെ അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അന്ന് വൈകുന്നേരം 6:30 നമ്മുടെ ഈ അമുന്തിരത്ത് ക്ഷേത്രത്തിൽ വെച്ചിട്ട് പിന്നെ പ്രോഗ്രാം ഇതിന് മുന്നേ നമ്മൾ കളിച്ചിട്ടുണ്ട്. അത് ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമാണ്. ഇത് ക്ഷേത്ര ഉത്സവത്തിനും പ്രോഗ്രാം അവിടെ ഉണ്ട്. അത് കൂടാതെയാണ് നമുക്ക് ഇങ്ങനെ ഒരു നൃത്തസന്ധ്യ അവിടെ നടക്കുന്നത്. അപ്പോൾ വലിയ സ്റ്റേജും ലൈറ്റിങ്സും സ്റ്റേജ് ഡെക്കറേഷനും എല്ലാം ഉണ്ടാവും. എങ്ങനെയാണ് അതിൻ്റെ ഇതൊന്നും എൻ്റെ മനസ്സിലൊരു വലിയൊരു സങ്കല്പമാണ്. നമ്മളിങ്ങനെ എന്താണ് ഒരുപാട് ആഗ്രഹിച്ചാലേ ഒരു കുന്നോളം നമുക്ക് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെയാണ്. നല്ല അടിപൊളി സെറ്റായിരിക്കും എന്നുള്ള ചിന്തയൊക്കെയാണ്. അപ്പോൾ എനിക്കറിയത്തില്ലല്ലോ, കാരണം ഇതിന് മുന്നേ ഒന്നും ഞാൻ അങ്ങനെയൊന്നും പങ്കെടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു പരിപാടിയിൽ ഞാനും ഭാഗമാകുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഡാൻസൊക്കെ പഠിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ പ്രാക്ടീസൊക്കെ വേണം. അപ്പോൾ ആരാണ് വരുന്നതെന്ന് പറയണ്ടേ, സസ്പെൻസ് ഞാൻ പൊട്ടിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എങ്ങനെയാണ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അന്നത്തെ കാര്യം അതവിടെ നിൽക്കട്ടെ, അത് എന്തെങ്കിലും ചെയ്യണം. എനിക്ക് നല്ലൊരു വീഡിയോ ആക്കി ആരെങ്കിലും നിർത്തിച്ച് എനിക്ക് എടുക്കണം എന്നുണ്ട്. കാരണം ഞാനിങ്ങനെ മേക്കപ്പ് ഇട്ട് സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുമ്പോൾ എനിക്ക് ഫ്രണ്ടിൽ പോയി നിന്ന് എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആരെങ്കിലും ഒന്ന് സെറ്റാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ
അതവിടെ നിൽക്കട്ടെ. ഞാൻ വീണ്ടും സസ്പെൻസ് പറയാനായിട്ട് പോവുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരുന്നത് എന്താണ്, നമ്മുടെ ബിഗ് ബോസ് താരം, ബിഗ് ബോസ് ഫെയിം എന്ന് വേണം പറയാൻ ആയിട്ടുള്ളതും 92.7 ബിഗ് എഫ്എമ്മിലെ റേഡിയോ ജോക്കി കൂടിയായ കിടിലം ഫിറോസാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം പല സാമൂഹികമായിട്ടുള്ള പല കാര്യങ്ങളിലും പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു ഇതിൽ. അപ്പം നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നത് ഈ രണ്ട് കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് മാത്രമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് സിനിമ സീരിയൽ പിന്നെ എന്താണ് അഭിനേത്രിയും, പിന്നെന്താണ് ക്ലാസിക്കൽ ആൻഡ് സിനിമാറ്റിക് ഡാൻസറും അല്ലെങ്കിൽ നർത്തകിയും നല്ലൊരു അവതാരകയും ഒക്കെ ആയിട്ടുള്ള അവരുടെ പേര് ഞാൻ പറഞ്ഞുതരാം. പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ മറന്നു, കാരണം ഈ കാര്യങ്ങളെല്ലാം കൂടെ ഓർമ്മിച്ച ചെറിയൊരു ഓർമ്മപ്പിശകുണ്ട്, ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ കൃഷ്ണപ്രഭ ആണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നേര് സിനിമയിലൊക്കെ ഉണ്ട്, ആ ഡോക്ടറിൻ്റെ വേഷമൊക്കെ കൈകാര്യം ചെയ്യുന്ന അറിയാലോ അല്ലേ. ഞാൻ പറ്റുവാണെങ്കിൽ ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തേക്കാം രണ്ടുപേരുടെയും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവർ രണ്ടുപേരുമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അവരെയൊക്കെ നേരിട്ട് കാണാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ അവരാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ഇവിടെ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ രംഗപ്രവേശനവും കലാസന്ധ്യ ഉദ്ഘാടനവുമാണ് കൃഷ്ണപ്രഭ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതാണ് കിടിലം ഫിറോസ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എന്താണ് ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മളിങ്ങനെ വെഞ്ഞാറമൂട് വരുമ്പോൾ, വെഞ്ഞാറമൂട് കഴിഞ്ഞ്, അതായത് നമ്മൾ വെഞ്ഞാറമൂട് വഴി വരുമ്പോഴത്തേക്കും വെഞ്ഞാറമൂട് കഴിഞ്ഞ് ചെമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, ചെമ്പൂർ ജംഗ്ഷനിൽ അവിടെ ഒരു വലിയ ആർച്ച് വെച്ചിട്ടുണ്ട്. ആ ആർച്ച് അമുന്തിരത്ത് ക്ഷേത്രത്തിൻ്റെതാണ്. ആ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു പ്രോഗ്രാം പങ്കെടുത്ത് നമ്മുടെ കൊച്ചു കുട്ടികളെയും എന്നെയും എൻ്റെ ഒപ്പം കളിക്കുന്നവരെയും എല്ലാവരെയും പിന്നെന്താണ് പ്രോത്സാഹിപ്പിക്കുവാനും നല്ല രീതിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കുവാനുള്ള ആ ഒരു എന്താണ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം ഒക്കെ വേണം. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും ഞാൻ ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റുന്ന എല്ലാവരും വരിക. ഡേറ്റ് മറക്കണ്ട, ഫെബ്രുവരി 14-ാം തീയതി 6:30 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ആകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തത്. അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ പറയാനായിട്ട്, ഇത്രയേ ഉള്ളൂ തോന്നുന്നു. പിന്നൊന്നുമില്ല. ഒറ്റ ശ്വാസത്തിൽ കുറേ കാര്യങ്ങൾ പറയാനുള്ളത്. ഇപ്പം തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്, ഇനി കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി 14-ാം തീയതിത്തെ പ്രോഗ്രാം നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. നോക്കാം എന്നാൽ കഴിയുന്നത്. ഞാൻ ഫോണിലാണ് കേട്ടോ എല്ലാം ഷൂട്ട് ചെയ്യുന്നത്, എനിക്ക് ക്യാമറയൊന്നുമില്ല. അപ്പോൾ ഫോണിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഷൂട്ട് ചെയ്ത് കാണിക്കാം. കുറേ കാര്യങ്ങൾ ഒരുമിച്ച് പറയുമ്പോൾ വെള്ളം തയ്ക്കുന്നു. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതമാണ്. സ്വാഗതം പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും വരിക, വരാൻ പറ്റുന്നവർ എല്ലാവരും വരിക. നമ്മുടെ പ്രോഗ്രാം ഒരു വമ്പിച്ച വിജയമാക്കി മാറ്റാൻ മാറ്റണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെന്താണ്, പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എപ്പോഴും എൻ്റെ ഒപ്പം വേണം. ഞാൻ യൂട്യൂബ് ഫാമിലിയിൽ ഇങ്ങനെ ചൂണ്ടയിട്ട് കൊണ്ടിരിക്കുന്ന കുഞ്ഞ് ഒരാളാണ്. എന്നെ കുറച്ചൊന്ന് വളർത്തി കൊണ്ടുവരണം. അപ്പോൾ എന്നാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.